നമ്മളിതൊന്ന് നോക്കുകയാണ്. എന്തായാലും മുഴുവനായിട്ട് പോവില്ല എന്നുള്ളത് എനിക്കും അറിയാട്ടെ, എന്നാൽ പോലെ എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അയ്യോ കണ്ട, ഇപ്പോൾ സ്ക്രാച്ച് ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് റിമൂവായി കംപ്ലീറ്റ്. ചെറിയൊരു രീതിയിൽ അറിയാനുണ്ട് എന്നുള്ളത് വെച്ചാൽ ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ വാഷും കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന വണ്ടിക്ക് നല്ലതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു പുറത്തുനിന്ന് നമ്മൾ സർവീസ് ചെയ്തെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. വിൽസൺ സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. എൻ്റെ കാർ വാഷിങ്ങിന് അതുപോലെ പോളിഷിങ് പരിപാടികൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന Q4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് അവർ തരിക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ അവരുടെ എല്ലാ പ്രൊഡക്ട്സും കൂടിയിട്ട് പ്രധാനപ്പെട്ട ഇപ്പോൾ വാഷ് പോളിഷ് പോലത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒരു ബണ്ടിലായിട്ട് ഒരു കാർ കെയർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1300 രൂപ വില വരുന്ന 1300 മുകളിൽ വില വരുന്ന സാധനങ്ങൾ ഒരു 9ഓളം ഐറ്റംസ് നമുക്ക് 890 രൂപയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ കിറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിലുള്ള സാധനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈബർ ക്ലോത്ത് വരുന്നുണ്ട്, പിന്നെ ഒരു കോമ്പൗണ്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള 2 സ്പോഞ്ച് തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്ക്രാച്ച് റിമൂവറാണ്, മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ഗ്ലേസ് ആൻഡ് വാക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് പോളിഷ് വരുന്നുണ്ട്, അപ്പോസ്ട്രി ക്ലീനർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടയർ പോളിഷ് വരുന്നുണ്ട്, കാർ ഷാമ്പു വരുന്നുണ്ട്. ഒരു കിഡിലൻ ഷാമ്പു ആണ് കേട്ടോ. നമുക്ക് ഇത് വെച്ച് വാഷ് ചെയ്താൽ നമ്മൾ വല്ല സെറാമിക് ചെയ്ത പോലത്തെ ക്വാളിറ്റി കിട്ടും, അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്ര 9 സാധനങ്ങളാണ് നമുക്ക് 890 രൂപയ്ക്ക് നിലവിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ബിഫോർ ആഫ്റ്റർ എങ്ങനെയാണ്, ഇത് ഉപയോഗിച്ചതിന് ശേഷം അല്ലാതെ എന്നുള്ള ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും നമ്മൾ ഞെട്ടിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് പരീക്ഷിക്കാം. നമ്മുടെ സ്ക്രാച്ച് റിമൂവറാണ്. പ്രധാനമായിട്ട് നമുക്ക് വലിയ സ്ക്രാച്ച് ഒന്നും പോകില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് തൊഴിലാളികൾക്കൊന്നും പണിയില്ലാതാവില്ല. നമുക്ക് അതിൻ്റെ ആ ടെക്നോളജിയുടെ ആവശ്യം പോലും ഇല്ല. റിമൂവർ മൊത്തമായിട്ട് തുടച്ചാൽ മതിയല്ലോ. പക്ഷേ നമുക്ക് അത്യാവശ്യം ചെറിയ സ്ക്രാച്ചുകൾ, പ്രധാനമായിട്ട് നമ്മൾ എല്ലാ വാഹനങ്ങളിലും നമ്മൾ കാണുന്ന സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോർ ഹാൻഡിൽ അവിടെ നമ്മൾ നെഗം കൊണ്ടിട്ട് എല്ലാ വാഹനങ്ങളും ശ്രദ്ധിച്ചുണ്ടാവുക. അതുപോലെ തന്നെ ചെറിയ റോഡുകളിലൂടെ നിരന്തരം ഓടുന്ന വാഹനങ്ങൾ ചെറിയ സൈഡിൽ ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തട്ടുന്നു. അതുപോലെ ചെറിയ വല്ല തട്ടൊക്കെ വരുന്ന സമയത്ത്, ആക്സിഡൻ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു മറ്റേ വാഹനത്തിൻ്റെ ഒരു കളറ് പിടിക്കുക, അതുപോലെ നല്ല ഡീപ്പാവാത്ത പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു റിമൂവർ കൊണ്ട് സെറ്റാക്കാനായിട്ട് പറ്റും കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ഫൈബർ ക്ലോത്തിലേക്ക് കോമ്പൗണ്ട് എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഭാഗത്തിന് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഡോർ ഹാൻഡിൽസിൻ്റെ അവിടെ നമ്മുടെ നഖം കൊണ്ടുണ്ടാകുന്ന സ്ക്രാച്ചുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ക്രാച്ചോ കരി വെച്ച് തേച്ചൊന്നുമല്ല, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ഡോറിനും കൊണ്ട് നിങ്ങളുടെ വാഹനങ്ങളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചപ്പോൾ ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു വിഷയമില്ല, ഞാൻ ആ ഒരു ബിഫോർ ആഫ്റ്റർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് വരും. ആ ഏരിയ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. എല്ലാ വാഹനങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഗ്ലേസ് ആൻഡ് വാക്സ് എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മൾ ഇത്തരത്തിൽ സ്ക്രാച്ച് റിമൂവ് ചെയ്ത സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണമെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ആ ഭാഗത്തൊരു ഗ്ലേസിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ വാട്ടർ ഫീഡിങ് ഒരു പ്രോപ്പർട്ടിയൊക്കെ ആ ഒരു ഏരിയയിൽ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്ക്രാച്ച് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു റിമൂവ് ചെയ്ത ഭാഗത്ത് നമുക്കൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിലൊക്കെ ആണെങ്കിൽ ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ച് റിമൂവ് ചെയ്താൽ ആ റിമൂവ് ചെയ്ത ഭാഗത്തൊരു വേറെ തന്നെ നമുക്ക് ഫീൽ ചെയ്യണ്ടല്ലോ, അവിടെ എന്തോ ഒരു കളർ വ്യത്യാസം എന്ന് ഫീൽ ചെയ്യില്ല. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഈ ഒരു വാക്സ് അപ്ലൈ ചെയ്യുന്നത് ഗ്ലേസ് ആൻഡ് വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ മറ്റുള്ള ബോഡി പാർട്ടിൻ്റെ അതേ ഒരു കളറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫീലും ആ ഒരു പാർട്ടിന് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ഫീഡിങ് പ്രോപ്പർട്ടി കൂടി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ സ്ക്രാച്ച് റിമൂവ് ചെയ്തതുപോലെ തന്നെ ഒരു വാക്സ് ഒക്കെ ഇട്ടുണ്ടോ, അവിടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മുത്തുമണി പോലെ തെറിച്ച് പോകുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ലതേ, വെള്ളം അവിടെ നിൽക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തെ വ്യത്യാസം നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഈ ഒരു ഗ്ലേസ് ആൻഡ് വാക്സ് ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡ് ബമ്പറുമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പോകുമെന്നുള്ളത് നോക്കാം. അതും പലർക്കും സംശയം ഉണ്ടാകും, നമ്മൾ ചെറിയ ഏരിയ മാത്രമാണോ പോവുക, അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമാണോ പോവുക എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും.
കണ്ട ഇപ്പോൾ സ്ക്രാച്ച് ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് കംപ്ലീറ്റ് റിമൂവ് ആയതുകൊണ്ട് ചെറിയത് ഇവിടെ മാത്രമാണ് കാണുന്നത്. അതൊരു ക്രാക്കാണ്. നമുക്കൊരു ബമ്പർ ഒരു ലോക്കിൻ്റെ ഭാഗം ക്രാക്കായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സാധനം പോവാത്തത്. അടിപൊളിയായിട്ട് റിമൂവായി കംപ്ലീറ്റ്. ചെറിയൊരു രീതിയിൽ അറിയാനുണ്ട് എന്നുള്ളത് വെച്ചാൽ ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് അത്ഭുത പ്രൊഡക്റ്റ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാനുള്ള കാരണം. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് നമ്മൾ ആ ഒരു ഗ്ലേസ് ആൻഡ് വാക്സ് ഇട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് പാനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടിപൊളിയല്ലേ? ഇത് നിങ്ങൾക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടാതെ തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. സിംഗിളായിട്ടും ആമസോണിൽ ഇതിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. എന്തായാലും കിടിലൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ വാഷിങ്ങിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ ഷാമ്പു വിത്ത് വാക്സ് ഫിനിഷോട് കൂടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്റർ വെള്ളത്തിന് 50 ml ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു പോർഷൻ കഴുകാവുന്ന രീതിയിലൊന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബോണറ്റിലാണ് നമ്മൾ വാഷ് പരീക്ഷിക്കാൻ പോകുന്നത്. ഈ ഏരിയയിൽ നമ്മൾ ചെയ്യുന്നില്ല. നോർമലി നമ്മൾ ഓൾറെഡി വാഷ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ്. ഇവിടെ നമ്മുടെ Q4ൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഇത് സാധാരണ വാഷാണ്. നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മൾ ഒരു കാർ എങ്ങനെയാണോ വാഷ് ചെയ്യുക ആ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാർ ഷാമ്പു എന്താണോ അത് തന്നെയല്ല. അതിന് പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റാണ് നമുക്ക് പ്രത്യേകത. അല്ലാതെ ഈ പ്രൊഡക്റ്റ് പ്രത്യേകത ഉള്ളതൊന്നുമല്ല. സാധാരണ എല്ലാ ബ്രാൻഡുകളും ഇറക്കുന്ന പോലത്തെ ഒരു കാർ ഷാമ്പു തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്തിട്ട് ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ മറ്റുള്ള ഈ കോമ്പൗണ്ടൊക്കെ ഉപയോഗിക്കില്ല. നമ്മൾ സ്ക്രാച്ച് റിമൂവറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് വെക്കുക. അല്ലെങ്കിൽ അതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് മറ്റുള്ള ബോഡി വാഷിനൊക്കെ ഒരു ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കാനുള്ളത്. ഏറ്റവും ബെസ്റ്റ് നമുക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് നമ്മൾ വാഷിങ്ങിന് സെപ്പറേറ്റ് ഒരെണ്ണം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അവിടെ ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ Q4ൻ്റെ കാർ ഷാമ്പു ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടോ വെള്ളം മുത്തുമണി പോലെ ഒഴുകുന്നുണ്ട് ഇവിടെ ഒഴിക്കുമ്പോൾ. ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു കാർ വാഷ് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു എഫക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം. അപ്പോൾ ഇതും നമുക്ക് പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ Q4 എന്ന് വന്നിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ ഒക്കെ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു കിറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയർ പോളിഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ്. ഇത് നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് 2 സൈഡും ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് വരുന്ന ഏകദേശം 200 ml ആണ്. അത് നമ്മുടെ ഒരു സ്പോഞ്ചിലേക്ക് നമ്മൾ എടുത്തതിന് ശേഷം ആദ്യം ടയറൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ഉണക്കണം കേട്ടോ. ഒന്ന് ചളിയൊക്കെ ഉണ്ടെങ്കിലൊന്ന് കളയുന്നത് നല്ലതാണ്. അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്കൊരു ഇതുപോലെ ഇപ്പോൾ ഒരു 200 ml ഒരു ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിരവധി തവണ 4 ടയറും നമുക്ക് പോളിഷ് ചെയ്യാം കേട്ടോ. ഒരു വൺ ടൈം യൂസോ കാര്യങ്ങളൊന്നുമല്ല, നിരവധി തവണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ വാഷും കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന വണ്ടിക്ക് നല്ലതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു പുറത്തുനിന്ന് നമ്മൾ സർവീസ് ചെയ്തെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പ്രഷർ വാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും അത് ഉപകരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നോർമൽ ടയറിൻ്റെ ഒരു ഭാഗം, ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ് പോളിഷ്. ഏകദേശം 200 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു നമ്മുടെ സ്പോഞ്ചിലേക്ക് എടുത്തിട്ട് ഡാഷ്ബോർഡിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് ഓൾറെഡി. എന്താ പറയുക, അത്യാവശ്യം നമ്മൾ അങ്ങനെ റഫ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് അധികം ഓടിക്കാത്തതുകൊണ്ടൊക്കെ നിങ്ങളിപ്പോൾ യൂഷ്വലി കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നീറ്റ് തന്നെയാണ്. എന്നാലും നമുക്ക് ഇത് തേച്ചാൽ കുറച്ചുകൂടി ഗ്ലേസിങ് വരും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നോക്കാം. ഇരുന്ന് ഉരച്ചുണ്ടാക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് സാധാരണ ഒരു പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ടാപ്പ് ഒട്ടിച്ചേണ്ട ഈ സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ല്. നമുക്കൊരു ഇൻറ്റീരിയർ പോളിഷ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്കൊരു എയർ ഫ്രഷ്നറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു സ്മെല്ല്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ വിഷ്വല് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡാഷ്ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു മാറ്റം ഫീൽ ചെയ്യില്ല. നമ്മൾ അത്യാവശ്യം ഗ്ലാസ്സൊക്കെ താഴ്ത്തിട്ട് ഓടിക്കുന്ന വാഹനങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ഡിഫറൻസ് അറിയാം. ഇത് എന്നാൽ പോലും നമുക്ക് ചെറിയൊരു ഗ്ലേസിങ്ങിൻ്റെ ഒരു മാറ്റം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ
രണ്ട് ഏരിയകളും തമ്മിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഷോറൂം കണ്ടീഷനിൽ നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപകരിക്കും. നമ്മുടെ കയ്യിലെ അവസാനത്തെ പ്രൊഡക്റ്റ് നമ്മുടെ അപ്പോൾസ്റ്ററി ആൻഡ് റൂഫ് ക്ലീനറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാറിൻ്റെ സീറ്റും അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. കാരണം നമ്മൾ എപ്പോഴും ഗ്ലാസ് കയറ്റിയിട്ട് ഓടിക്കുന്നുള്ളൂ. അപ്പോൾ താർ അങ്ങനെയല്ല. താർ നമുക്ക് അത്തരത്തിൽ ഗ്ലാസ് കയറ്റിയിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ചളി ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ പരീക്ഷിക്കാമെന്ന് വെച്ചു. ചളി ഇല്ലാത്തതിൽ നമ്മൾ പരീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്രഷിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബ്രഷ് സെപ്പറേറ്റ് വാങ്ങിയതാണ്, ഇതിൻ്റെ കിറ്റിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രഷിലാക്കി എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് ഒന്ന് തുടച്ചെടുത്താൽ, ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്താൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ചളി നമുക്കിതൊന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. സീറ്റുകളൊക്കെ നിരന്തരം ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കറിയുന്നതാണ് ചളിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റോ ഫുഡ് ഐറ്റംസോ ഒക്കെ സീറ്റിൽ പോകുന്നതാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ല ചളി പോരും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അതിനേക്കാളും നല്ല രീതിയിൽ നമുക്കിതിൽ ചളി ഇളകി പോരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത്രത്തോളം ചളി പതിന്ന് വന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഇത്രയും ഡേറ്റി ആയിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് എന്നുള്ളത്. അതുപോലെ ചെറിയൊരു ഷൈനിങ്ങും നമുക്ക് ഈ ഒരു നമ്മുടെ ഡാഷ്ബോർഡിൽ കണ്ട പോലെ തന്നെയുള്ള ഷൈനിങ്ങും അത് നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുവിധം റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്ത ഭാഗത്ത് അത് അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അപ്പോൾസ്റ്ററി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റൂഫാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് Q4 കാർ കെയർ കിറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വരുന്ന പ്രൊഡക്റ്റ്. 890 രൂപക്ക് തീർച്ചയായിട്ടും 100% വർത്താന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് ഇങ്ങനെ ഒരെണ്ണം സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാനൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എല്ലാം പക്ക ഒരു കമ്പനി പറയുന്ന ഒരു ഉപയോഗം 100% നടക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല എന്നൊന്നുമല്ല. 100% കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലൊരു നമുക്ക് പിക്ക് ചെയ്യാനില്ല, ബെസ്റ്റ് ഏതാണെന്ന് പിക്ക് ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആമസോണിൽ ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 890 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് എല്ലാം കൂടിയിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ നമ്മുടെ ഗ്ലാസ് വാട്ടർ സ്പോട്ട് റിമൂവറൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ Q4 ഒരു ഫാനായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം അടിച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.